സപ്ലൈകോ മുഖേനയുള്ള നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ ജില്ലയിലെ പാടങ്ങളിൽ നിന്ന് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ലെടുപ്പ് തുടങ്ങി. കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്നാണ് കൃഷിവകുപ്പ് നെല്ല് സംഭരിക്കുന്നത്. ജില്ലയിൽ ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്നും കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരിക്കുന്ന നടപടിക്ക് തുടക്കം കുറിച്ചു. പ്രധാനമായും കുട്ടനാട് ഭാഗത്താണ് ഇത്തരത്തിൽ നെല്ല് സംഭരിക്കുന്നത്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേനയാണ് നെല്ല് സംഭരിക്കുന്നത്. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ കാട്ടുകോണം, കൊലടിക്കാട് പാടങ്ങളിൽ നിന്നാണ് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന നെല്ല് സംഭരണം തുടങ്ങിയത്. നമ്മുടെ പഞ്ചായത്തിൽ 390 ടൺ നെല്ലാണ് നമുക്കിനി സംഭരിക്കാൻ ബാക്കിയുള്ളത്. അതുപോലെ ആലപ്പുഴയിലും ഒരു പാടശേഖരത്തിൽ ഇതുപോലെ സംഭരിക്കാൻ പറ്റാതെ ഉപ്പുവെള്ളം കാരണം മോശമായ നെല്ലുകളാണ് ഉള്ളത്. അപ്പോൾ എല്ലാം കൂടി 450 ടണ്ണോളം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പാം ഇന്ത്യ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നെല്ല് നേരിട്ട് ശേഖരിക്കുന്നു. കർഷകർക്ക് ഒരു ആശ്വാസം എന്ന രൂപത്തിൽ നെല്ല് ശേഖരിക്കുന്ന രൂപത്തിലേക്ക് വരികയാണിപ്പോൾ. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് കൃഷിവകുപ്പ് ഇങ്ങനെയൊരു പരിപാടി ഏറ്റെടുക്കുന്നത്. ഇത്രയും കാലം തുടങ്ങിയത് സപ്ലൈകോ നെല്ല് സംഭരണം മില്ലുകാരെടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പോൾ പ്രതിസന്ധി നേരിട്ട ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈ ഒരു ഇത് ചെയ്തു. കൃഷിമന്ത്രി പി പ്രസാദ് നേരിട്ടെത്തി സംഭരണത്തിന് നേതൃത്വം നൽകി. കർഷകർക്ക് എല്ലാ സഹായവും മന്ത്രി ഉറപ്പാക്കുകയും ചെയ്തു. ആദ്യഘട്ടമായി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ കാട്ടുകോണം, വട്ടപ്പായിത്ര, കോലടിക്കാട്, ആലപ്പുഴ നഗരസഭയിലെ കന്നിട്ട സി ബ്ലോക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള നെല്ലാണ് ഓയിൽ പാം ഇന്ത്യ സംഭരിക്കുന്നത്. തുടക്കത്തിൽ 450 ടൺ നെല്ലാണ് സംഭരിക്കുക. ഇതിലേക്കായി 3 കോടി രൂപ കൃഷിവകുപ്പിന് പ്രത്യേക പാക്കേജായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നെല്ലെടുക്കുമ്പോൾ കർഷകർക്കുള്ള നെല്ലുവില നെല്ലിന്റെ ഗുണനിലവാരത്തിന് ആനുപാതികമായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൃഷിവകുപ്പ് മുഖേന നൽകും. കുട്ടനാട്ടിലെ ചില പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് നെല്ലിന്റെ ഗുണനിലവാരത്തിൽ കുറവ് സംഭവിച്ചതിനാൽ നെല്ല് സംഭരിക്കുന്നത് പ്രയാസമായി മാറുകയുണ്ടായി. സപ്ലൈകോയുമായി സംഭരണത്തിന് കരാറിലേർപ്പെട്ട മില്ലുകൾ ഈ നെല്ല് സംഭരിക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ഇക്കാര്യം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. മില്ലുകൾ പിന്മാറിയ സാഹചര്യത്തിൽ കർഷകർക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കൃഷിവകുപ്പ് നേരിട്ട് നെല്ല് സംഭരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും കൃഷിമന്ത്രി പറഞ്ഞു. സപ്ലൈകോയുടെയും കൃഷിവകുപ്പിന്റെയും പ്രതിനിധികൾ ചേർന്നായിരിക്കും സംഭരിക്കേണ്ട നെല്ലിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ഇത്തരത്തിൽ ശേഖരിക്കുന്ന നെല്ല് വിപണി സാധ്യതകളുള്ള ഉൽപ്പന്നങ്ങളാക്കുന്നതിനും ബാക്കിയുള്ളവ ലേലം ചെയ്യുന്നതിനുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നെല്ല് സംഭരിക്കുന്നതിനും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായി സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ, കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് ഡയറക്ടറുടെ പ്രതിനിധിയായി ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. CDNet ന്യൂസ്.